പാലക്കാട് അട്ടപ്പാടിയിൽ ആംബുലൻസ് ലഭിക്കാത്തതിനാൽ ചികിത്സ വൈകിയ യുവാവ് മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് സാധ്യതയുണ്ട്. ഒമല സ്വദേശിയായ ഫൈസൽ എന്ന 25-കാരനാണ് മരിച്ചത്. കോട്ടത്തറ ആശുപത്രിയിൽ വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസുകൾ രണ്ടും തകരാറിലായതാണ് യുവാവിന് ജീവൻ നഷ്ടമാകാൻ കാരണം. വണ്ടിയുണ്ട്, വണ്ടി ഒരെണ്ണം ആക്സിഡന്റ് ആയിട്ടും ഒരെണ്ണം AC കമ്പനിയുടെ വർക്ക്ഷോപ്പ്. അതിന് കുറച്ച് മേജർ വർക്കാണ്, അതിന്റെ സാങ്ഷൻസ് കാര്യങ്ങളുണ്ട്. അത് കിട്ടിയിട്ടേ ഉള്ളൂ. വർക്ക് ഓർഡർ കൊടുത്തു. കുറച്ച് വലിയ വർക്കാണ് ഒരു വണ്ടിയുടെ. ഒരു പർട്ടിക്കുലർ എമൗണ്ട് കൂടുതൽ വർക്ക് വരുമെങ്കിൽ ഇതിന്ന് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സാങ്ഷൻ അങ്ങനെ കാര്യങ്ങൾ വരും. സർക്കാർ വണ്ടികളുടെ കാര്യം പറയില്ല. KSRTC വണ്ടികൾ കിടക്കുന്നുണ്ടല്ലേ, സർക്കാർ ഡിപ്പാർട്ട്മെന്റിലുള്ള വണ്ടികൾ നിങ്ങൾ അവിടെ ഈ ഗവൺമെന്റ് അപ്രൂവ്ഡ് വർക്ക്ഷോപ്പ് ഉണ്ട് പാലക്കാട്. അവിടെ പോയി നോക്കി കാണാം. പോലീസിന്റെ വണ്ടി, എക്സൈസിന്റെ വണ്ടി ഇങ്ങനെ മാസങ്ങളായിട്ട് കിടക്കുന്നതാണ്. ഇതിന്റെ ഒഫീഷ്യൽ സംഭവങ്ങൾ കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഇത് ഡെയിലി ഫോളോ അപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും സ്പീഡാക്കിയിട്ട് ഈ ആക്സിഡന്റിന്റെ എല്ലാം പേപ്പർ അത് പോലീസിന്റെ GD എൻട്രി ഉണ്ടായിരുന്നില്ല. അത് വളരെ കുറെ കഴിഞ്ഞിട്ടാണത് അവർ ആ ഒരു പോയിന്റ് പൊക്കി കൊണ്ടുവന്നത്. അത് നമ്മൾ വാങ്ങിച്ചയച്ച് എല്ലാം സാങ്ഷൻ കിട്ടിയതിന്റെ വർക്കൗട്ട് കഴിഞ്ഞു. ഇനി സർക്കാർ അപ്രൂവ്ഡ് വർക്ക്ഷോപ്പിൽ വേണം. അവരെ നിറയെ കിടക്കുകയാണ്. എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, ഈ കോട്ടത്തറ ആശുപത്രിയിൽ ഈ വെന്റിലേറ്റർ സംവിധാനമുള്ള ആംബുലൻസുകൾ ഇങ്ങനെ ദീർഘകാലമായി തകരാറിലായി കിടക്കുകയാണ്. ഈ ആശുപത്രി സൂപ്രണ്ടിന്റെ വാക്കുകളിൽ നിന്ന് എന്താണ് മനസ്സിലാകേണ്ടത്? എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? എൽദോ, ആശുപത്രി സൂപ്രണ്ട് പത്മനാഭൻ തന്നെ ഇത് സംബന്ധിച്ചുള്ള വീഴ്ചകൾ പറയുന്നുണ്ട്. അതായത് സാധാരണ നിലയിൽ ആംബുലൻസുകൾ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദിവസങ്ങളെടുക്കും, അല്ലെങ്കിൽ ആഴ്ചകളെടുക്കും എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെ ഈ തൃശ്ശൂരിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയ ഒരു ആംബുലൻസും അതുകൂടാതെ മറ്റൊരു ആംബുലൻസും, ഇങ്ങനെ 2 ആംബുലൻസുകളാണ് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി മാസങ്ങളായി കട്ടപ്പുറത്ത് കിടക്കുന്നത്. ഇതാണ് പ്രധാനമായും ഇന്നലെ ഫൈസലിന്റെ മരണത്തിലേക്ക് എത്തിച്ചത്. പക്ഷേ ആശുപത്രി സൂപ്രണ്ട് പറയുന്നത് ഫൈസലിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയത്ത്, അതായത് കോട്ടത്തറയിലുള്ള ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ തന്നെ ഗുരുതരമായിരുന്നു കാര്യങ്ങൾ. രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല. എങ്കിൽ പോലും പ്രാഥമിക ചികിത്സ അദ്ദേഹത്തിന് നൽകിയിരുന്നു. മരണകാരണം അത് മാത്രമാണെന്ന് പറയാൻ കഴിയില്ല എന്നുമാണ് സൂപ്രണ്ട് പറയുന്നത്. നമുക്കറിയാം, ഇന്നലെ രാവിലെയാണ് ഇത് സംബന്ധിച്ച് ഫൈസൽ പോകുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരക്കൊമ്പ് പൊട്ടി വീഴുകയും ഇയാൾ ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്തു. തുടർന്നാണ് ഈ അട്ടപ്പാടിയിൽ വെച്ച് തന്നെയായിരുന്നു സംഭവം. അട്ടപ്പാടിയിലുള്ള ആശുപത്രിയിൽ കൊണ്ടുപോവുകയും തുടർന്നാണ് ഇവിടെ വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസുകൾ ഇല്ല എന്ന് മനസ്സിലാവുന്നത്. ഒടുവിൽ ഒറ്റപ്പാലത്ത് നിന്ന് വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് എത്തുമ്പോഴത്തേക്ക് 3 മണിക്കൂർ പിന്നിട്ടിരുന്നു. എത്രയും പെട്ടെന്ന് കോട്ടത്തറയിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് മാറ്റണമെന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ നിലപാട്. എന്നാൽ മണ്ണാർക്കാട് എത്തുമ്പോഴത്തേക്ക് ഇയാളുടെ നില ഗുരുതരമായി. തുടർന്ന് മണ്ണാർക്കാടുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ഇവിടെ വെച്ച് മരിക്കുകയുമാണ് ഉണ്ടായത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പിന്നോക്ക ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. ആദിവാസികൾ ഉൾപ്പെടെ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ അധികൃതരുടെ അനാസ്ഥ കാരണം, അല്ലെങ്കിൽ കടുത്ത വീഴ്ചയും നിഷ്ക്രിയത്വവും കാരണം ഇങ്ങനെ ആംബുലൻസുകൾ മാസങ്ങളായി കട്ടപ്പുറത്ത് കിടക്കുന്നത്. ഇതാണ് പ്രധാനമായും ഇന്നലെ ഫൈസലിന്റെ ഒരു മരണം കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ കട്ടപ്പുറത്താണെന്നുള്ള സത്യം പുറത്തു വരികയും ചെയ്യുന്നത്. എന്തായാലും ആശുപത്രി സൂപ്രണ്ട് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. പാലക്കാട് ഉണ്ടായിരുന്ന ആംബുലൻസ് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയതും മറ്റൊരു ആംബുലൻസ് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കയറ്റിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അയാൾ പറയുന്നുണ്ട്. എന്തായാലും ഇത് കൃത്യമായ ഒരു അന്വേഷണം ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ഒപ്പം തന്നെ അടിയന്തരമായി, നമുക്കറിയാം, ഇപ്പോൾ ഒരു പോലീസ് വാഹനമോ അല്ലെങ്കിൽ മറ്റൊരു വാഹനമോ പോലെയല്ല ആംബുലൻസ് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ഉണ്ടെങ്കിൽ അത് ഉടനടി പരിഹരിക്കാനുള്ള പരിഹരിക്കേണ്ട സാഹചര്യമുണ്ട്. അതിൽ കൃത്യമായുള്ള നടപടി ഉടൻ തന്നെ ഉണ്ടാകണം. അത് വീഴ്ച പരിഹരിക്കുക തന്നെ വേണം. ഒരു ജീവനാണ് നഷ്ടമായത് ആ വീഴ്ച കൊണ്ട്.